തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിലെ സർക്കാർ ക്വാർട്ടേഴ്സുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന KGOA. കൃത്യമായ മെയിന്റനൻസ് നടത്താത്തത് മൂലം ക്വാർട്ടേഴ്സുകൾ അപകടാവസ്ഥയിൽ. മൂവാറ്റുപുഴയിലെ സർക്കാർ ക്വാർട്ടേഴ്സുകളുടെ സ്ഥിതി വളരെ ദയനീയമാണെന്നും കൃത്യമായ മെയിന്റനൻസ് നടത്താത്തത് മൂലം അങ്ങേയറ്റം അപകടാവസ്ഥയിലാണ്. ക്വാർട്ടേഴ്സുകളുടെ നവീകരണം അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ ഏരിയ 37ാമത് വാർഷിക സമ്മേളനം മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം നിഷ M. ദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ഡോക്ടർ സുദക്ഷിണ B. അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ സെക്രട്ടറി ജയ്മോൻ U. ചെറിയാൻ, ഏരിയ ട്രഷറർ CS. പ്രതാപൻ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം R. രാജേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനൂപ് ദാമോദരൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം D. ഉല്ലാസ് എന്നിവർ പ്രസംഗിച്ചു. അതിന് തൊട്ടപ്പുറത്ത് ചെല്ലാനം നമുക്കറിയാം, എല്ലാ വർഷകാലത്തും മഴവെള്ളം കടൽക്ഷോഭത്തെ തുടർന്ന് വെള്ളം എരിച്ചു കയറുകയും മത്സ്യബന്ധന തൊഴിലാളികളുടെ വീടുകളടക്കം തകർന്നു പോവുകയും അവിടെ തകർന്ന വീടിന്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ദയനീയ ചിത്രമൊക്കെ എല്ലാ മഴക്കാലത്തും കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വരുന്നതാണ്. 300 കോടി രൂപ മുടക്കിയാണ് അവിടെ 15 കിലോമീറ്റർ നീളത്തിൽ ഇപ്പോൾ ടെട്രാപോഡ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ കടൽ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പം അതൊരു ടൂറിസം കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ടെട്രാപോഡിന്റെ മേലിലൂടെ അവർ വാക്കുവേ സൃഷ്ടിക്കുകയും ഒട്ടേറെ ആളുകൾ അത് കാണാനായിട്ട് വരികയും ചെയ്യും. പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെല്ലാനത്ത് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് ഒറ്റ സീറ്റ് കിട്ടിയില്ല. അപ്പൊ വികസനവും ജനങ്ങളുടെ പെരുമാറ്റവും തമ്മിലുള്ളൊരു അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കുകയാണ്. അവര് എല്ലാ മഴക്കാലത്തും അവരെ കുറെ പേരുടെ വീടുകൾ തകർന്നുകൊണ്ട് അവിടെയാണ് സർക്കാർ അതിനൊരു പ്രത്യേക പരിഗണന കൊടുത്ത് 300 കോടി രൂപ മുടക്കി. അപ്പൊ പറയണത് എന്താ വെച്ചാൽ 15 കോടി കിലോമീറ്ററിലേ പണിതുള്ളൂ. ഇനി 6 കിലോമീറ്ററിലാണ് ഞങ്ങളുടെ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ താമസിക്കുന്നത്. അവർക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ നിങ്ങൾ അവിടെ പണിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യാത്തതെന്നാണ് ഇപ്പൊ പറയുന്നത്. എന്തായാലും സർക്കാർ ബാക്കി സ്ഥലത്തും കൂടെ പണിയാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടില് പാലങ്ങളായാലും റോഡുകളാണെങ്കിലും എല്ലാ മേഖലയിലും വലിയ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര നയങ്ങളെ ചെറുക്കുക, വർഗീയതയെ ചെറുക്കുക, മതേതരത്വം സംരക്ഷിക്കുക, ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കാൻ അണിനിരക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.